അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാനാണ്. ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ്. സമയമല്ല, അതിനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ട് ചെയ്യാത്തതാണ്. അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ട് ഇന്ന് സമയവും സന്ദർഭവും കൂടി എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ അതിന് വേണ്ടി ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. ഇന്നങ്ങനെ അതിന് വേണ്ടി കുക്ക് ചെയ്യാനുള്ള സമയം ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് ഫ്രീ ആണ്. ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ആ സമയം മുതലെടുത്ത് ഞാൻ പുതിയൊരു വീഡിയോ അങ്ങ് ഇറക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കൂടുതൽ ചോദ്യവും അതായത് കൂടുതൽ സംസാരമൊന്നും കാണൂല. ഇന്ന് കുക്ക് ചെയ്യുന്ന എന്താണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ തുടങ്ങാൻ പോവുകയാണേ. അപ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ കൊണ്ടുവന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മരിച്ചീനിയാണ്. മരിച്ചീനി വിത്ത് വാഴക്ക. ഇങ്ങനെ ഇതിനെയൊക്കെ ഒന്ന് കഴുകി എടുക്കണം. അങ്ങനെ അവിക്കാൻ വേണ്ടി ഒരു കലം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കലത്തിലോട്ടാണ് ഇനി കൊണ്ടുവന്ന മരിച്ചിനെയും കാര്യങ്ങളൊക്കെ തൊലിച്ച് തോട് കളഞ്ഞിട്ട് നമുക്ക് അതിലോട്ടാക്കിയിട്ട് അവിക്കാം. അതിനാണ് പോകുന്നത്. അങ്ങനെ പരിപാടി ഓരോന്നോരോന്നായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തോടിനെ ആദ്യം ഇളകി കളയണം. എന്നിട്ട് ചെറിയ പീസ് കണക്കിന് വെട്ടിയെടുത്തിട്ട് നമുക്ക് കലത്തിലോട്ട് അവിക്കാം. ഇങ്ങനെ കളയുമ്പോൾ അതിന് നല്ല ഫ്രിക്ഷൻ ആയിരിക്കും. എന്നിട്ട് കഴിയുമ്പം കത്തിപ്പോയി മഞ്ഞ കളർ. എന്നിട്ട് കലത്തിലോട്ട് ഏകദേശം ഇങ്ങനെ ചെറിയ പീസ് കണക്കിന് വെട്ടിയാൽ പെട്ടെന്ന് വേവും. പിന്നെ മറ്റ് സാധാരണ വേവ് കുറഞ്ഞതാണ്, പെട്ടെന്ന് വേവും. എന്നാലും അതിലും പെട്ടെന്ന് വേവാൻ വേണ്ടി ചെറിയ കലത്തിൽ വെച്ചിരിക്കപ്പെട്ട് ഇതുപോലെ ഈ പീസ് വലിപ്പം കുറച്ചിട്ട് നമ്മൾ വെട്ടിയിടണം. അങ്ങനെ മരിച്ചിനെ തൊലിച്ച് വെട്ടിക്കൂട്ടി ഈ കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് കൊണ്ടുവച്ചിട്ട് വേവിക്കാം. ലേശം ഉപ്പും തട്ടി ഉപ്പും പേസ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ വേവിച്ചെടുക്കണം. അതിനാണ് ഞാൻ ഈ പോകുന്നത്. അതിന് വേണ്ടി ആദ്യം തീ കത്തിക്കണം. തീ കത്തിച്ചിട്ട് നമുക്ക് അതിലോട്ട് അടുപ്പത്ത് കലം വെക്കാം. തീ കത്തിക്കാൻ വേണ്ടി നമ്മൾ ഈറക്കമ്പാണ് എടുത്തിരിക്കുന്നതിൻ്റെ അമ്മ. ഫയർ അങ്ങനെ തീ കത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം എടുത്ത് ഇനി ഇതിലോട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇമാതിരി സാധനങ്ങളൊക്കെ വേവിക്കുമ്പോൾ ഒരിക്കൽ നമ്മൾ വെക്കുന്നതിൻ്റെ അത്രയും നിറച്ച് വെള്ളം എടുക്കരുത്. അതിൻ്റെ മുക്കാൽ ഭാഗം കണക്കിന് വെള്ളം എടുക്കാവുന്നതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. ലിറ്റിൽ ഉപ്പ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊതി ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അടയ്ക്കാം.
സെറ്റ്. അപ്പോൾ ഇത് കലത്തിന് മറ്റിന് അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു നല്ല വെയിൽ വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 15 മിനിറ്റ് ഏകദേശം എടുക്കും. അതുവരെ തീയിട്ടിരിക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടുത്തെ വേറെ കൂടെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെ ഫ്രണ്ട്സ് സെറ്റപ്പിലാണ് വന്നത്. നമ്മൾ 4-5 പേരുണ്ട്. പിള്ളേരൊക്കെ അത് അവിടെ ഇരിക്കുന്നു. നമ്മുടെ അത് കലം അവിടെ ഇരുന്ന് അടുപ്പത്തെ തീ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് വെന്ത് കിട്ടണം. വെന്ത് കിട്ടുന്നത് വരെ ഇവിടെ ഇങ്ങനെ കളിച്ച് തീയിട്ടോണ്ടിരിക്കാം. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ആറ്റിൽ പാറ മൊത്തം വഴിക്കലാണ്. ചെറിയ കല്ലുകൾ മൊത്തം വഴിക്കലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വെന്ത് കിട്ടുന്നത് വരെ നമുക്കിങ്ങനെ ഇവിടുത്തെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ തന്നെ കുറേ കാലത്തല്ല, ചാനൽ തുടങ്ങി അന്നോട്ടേ എൻ്റെ ആഗ്രഹമാണ് കുക്കിംഗ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇത് കുക്കിംഗ് ചാനലൊന്നും അല്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആഴ്ചയിൽ ഇനി ഓരോ കുക്കിംഗ് വീഡിയോസ് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ താല്പര്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ നല്ല സൗണ്ട് വെള്ളത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ താഴോട്ട് പോവാം. അയ്യോ അതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇവിടെ ഒന്ന് കാണാൻ നല്ല മനോഹാരിത. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു ലൈക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിനൊരു സുഖം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഞാൻ മറന്നുപോയി. അതായത് ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട്. ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് സമയവും സന്ദർഭവും ബാക്കി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ കാഴ്ച കൊള്ളാം, മനോഹാരിതം. ഇതിപ്പോൾ വെള്ളം വെറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വെള്ളങ്ങളൊക്കെ വറ്റി വരണ്ട് ഇരിക്കാൻ. വെള്ളം ഇല്ല, വറ്റി വരണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. സാധാരണ മഴ സമയത്ത് ജൂൺ ജൂലൈ ആ സമയത്താണ് തോന്നുന്നില്ല മഴ വരുന്നത്. ഏതായാലും നല്ല മഴ സമയത്ത് ഇത് ആകര തൊട്ട് ആകര വരെ മൊത്തം കവിഞ്ഞൊഴുകുന്ന ആറ് നമ്മുടെ ആറ് ഇവിടുത്തെ ഈ ആറ്റിലാണ് ഞാനിങ്ങനെ വന്നിരിക്കുന്നത്. വീട്ടിൻ്റെ തൊട്ടടുത്താണ് വീട്ടിൻ്റെതായ ഇതാ മേലെ അതുവരെയൊക്കെ റബ്ബറുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്. അയ്യോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കുക്കിംഗ് വീഡിയോ. ഇടയ്ക്ക് തന്നെ ആഴ്ചയിൽ ഒരു കുക്കിംഗ് വീഡിയോ എങ്കിലും ചെയ്യാൻ ഞാൻ എൻ്റെയൊക്കെ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ കമൻറ്റ് ചെയ്തൊക്കെ പലരും ചോദിക്കുന്നുണ്ട് കുക്ക് ചെയ്യാൻ. ഞങ്ങളുടെ വീട്ടിൽ കാറ്റടിക്കുന്നുണ്ട്. വീട്ടിൻ്റെ അവിടെയാണ് നല്ല കാറ്റ്. ഞങ്ങളിപ്പോൾ ആറ്റിൻ്റെ കരയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴ്ന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായിട്ടും കാറ്റ് കുറവാണ്. പക്ഷേ അങ്ങോട്ടുള്ള കാറ്റുകളൊക്കെ ഇവിടെ അങ്ങനെ കാറ്റടിച്ചിരിക്കുകയാണ്. ഇവിടെയും കാറ്റ് വന്നു. പക്ഷെ നല്ല അന്തരീക്ഷം. ഇപ്പോൾ സാധനം ബന്ധിട്ടുണ്ട്. സാധനം അപ്പം അങ്ങനെ ബന്ധിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറക്കാൻ പോവുകയാണ്. ആവിയൊക്കെ വരുന്നത് വെള്ളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. ഇനി വെള്ളമുണ്ട്, എന്നെ വടിച്ചു കളയണം. ഓക്കെ മനോഹാരിതം. പാസ് ചെയ്തോ. പാസ്സായില്ല.
അവസാനം നമ്മളങ്ങനെ ഔച്ചുവാരി ഇട്ടിട്ട് കൊലത്തീറ്റ് തിന്നോണ്ടിരിക്കുകയാണ് ഇവിടെ നട്ടാറ്റില്. എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾ ചുണ്ടിൻ്റെ ആരെങ്കിലും ചുണ്ട് മുറിഞ്ഞ? എൻ്റെ ചുണ്ട് കാറ്റടിച്ച് എൻ്റെ ചുണ്ട് മുറിഞ്ഞ്. എൻ്റെ ചുണ്ട് മുറിഞ്ഞ്, അതുകൊണ്ട് ചമ്മന്തി ഒന്നും എടുത്ത് അടുപ്പിച്ചാനും പറ്റൂല. ഈ വായ തൊടാൻ അണ്ണാക്കിട്ട് വെക്കണം. അപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ചെറിയ ടൈപ്പുണ്ട്, എന്നാലും വളരെ ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ നിർത്തിയിരിക്കുകയാണ്. പറ്റിയ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പറ്റിയ ആഴ്ചയിലൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള പ്ലാനുണ്ട്. നടക്കുവാണെങ്കിൽ അല്ല, പറ്റുവാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഉണ്ടാക്കിയിട്ട് വരുന്നത് വരെ കാണാം. ഞാൻ നട്ടാറ്റിൽ ഇരുന്നിട്ട് ഈ വീഡിയോ നിർത്തിയിരിക്കുകയാണ്.